കുരാട് കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 3ആയി. കുരാട് ചെല്ലക്കുടി സ്വദേശിയായ താഹിറയാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ട്. ഇംതിയാസ്, 3 പേരിലേക്ക് മരണസംഖ്യ എത്തുന്നു. ഈ അപകടം കൃത്യമായി എപ്പോഴായിരുന്നു സംഭവിച്ചത്? ദിവീഷ്മണി, കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് നാടിനെ നടുക്കിയ ഒരു വലിയ വേദനയുണ്ടാക്കുന്ന ഒരു സംഭവം നടന്നത്, അപകടം നടന്നത്. ഇന്നലെ രാത്രിയിൽ മൈസൂരുവിൽ നിന്ന് വരുന്നതിനിടയ്ക്കാണ് മലപ്പുറം കൂരാട് വരമ്പൻകല്ലിനടുത്ത് വെച്ച് കാറ് അപകടത്തിൽപ്പെടുന്നത്. ആ കാറ് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ആ ബസ് സ്റ്റോപ്പിന്റെ മുൻവശത്തൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിക്കുകയായിരുന്നു കാറ്. അങ്ങനെയാണ് അപകടം ഉണ്ടാവുന്നത്. അപകടത്തിൽ ഈ വാഹനത്തിലുണ്ടായിരുന്ന മലപ്പുറം സ്വദേശിയായിട്ടുള്ള മൈമുന, അവർ ഇന്നലെ അപകട സമയത്ത് അപകടം നടന്ന ഉടൻ തന്നെ മരണപ്പെട്ടു. കുറച്ച് ദിവസം മുമ്പ് നമ്മളെല്ലാവരും ഒരു താറ് അപകടത്തിനെ പറ്റി പറഞ്ഞിരുന്നു. അതായത് താറുകാരന്റെ അഹങ്കാരം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് 2 കിലോമീറ്റർ മാത്രമുള്ളപ്പോഴാണ് ആ താറ് അപകടത്തിൽപ്പെടുന്നത്. അത് മാത്രമല്ല, അയാൾ നല്ല ഉറക്കത്തിലായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്ന് പറഞ്ഞാൽ എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു വണ്ടിയായിരുന്നു. വലിയ വണ്ടിയാണ്, ഇടിച്ചാലും എനിക്ക് ഒന്നും സംഭവിക്കില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിന് എയർ ബാഗും ഇതൊക്കെ ഉള്ളതാണ് എന്നൊക്കെയുള്ള വിശ്വാസത്തിലാണ് എല്ലാവരും ഈ വണ്ടിയൊക്കെ എടുക്കുന്നത്. ഏതായാലും 2 ദിവസം മുമ്പ് സമാനമായ ഒരു സംഭവമാണ്. 1.5 കിലോമീറ്റർ മാത്രമാണ് വീട്ടിലേക്ക് എത്താനുള്ളത്. അതുമാത്രവുമല്ല, മൈസൂരിൽ കൊച്ചുമകളെ നേഴ്സിംഗിന് ചേർക്കാൻ വേണ്ടി കൊണ്ടുപോയതാണെന്നാണ് പറയുന്നത്. അതായത് മൈസൂരിലേക്ക് പോകാൻ പേരക്കുട്ടിയെ യാത്ര അയക്കാൻ വേണ്ടിയിട്ടും അവിടെ കൊണ്ടുചെന്നാക്കാൻ വേണ്ടിയിട്ടും ഒരു കുടുംബത്തിൽ 8ഓളം പേരാണ് അവിടത്തേക്ക് പോയത്. 7 പേരായിരുന്നു തിരിച്ചു വരുമ്പോഴുള്ളത്. ഏതായാലും 3 പേരാണ് ആ അപകടത്തിൽ മരിച്ചത്. ഉറക്കം തന്നെയാണ് വില്ലൻ. വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ വലിയ വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ ചെറിയ ഇടിയൊന്നും നമുക്കൊന്നും സംഭവിക്കത്തില്ല. ശരിയാണ്. പക്ഷെ വലിയ ഇടി വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ വലിയ വണ്ടിയായാലും ചെറിയ വണ്ടിയായാലും ഒക്കെ കണക്കാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇവരൊക്കെ ഈ ഇന്നോവ പോലെയുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്, ചില ആൾക്കാരൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. അത് ഒരു ഇടി ഇടിച്ചാലും ഞങ്ങൾക്കൊന്നും സംഭവിക്കരുത്, ഇതാണ് പറയുന്നത്. അതായത് മറ്റവൻ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. ഇപ്പോൾ ആ ഒരു ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് വെച്ചിട്ടാണ് ഈ ഒരു അപകടം ഉണ്ടായത്. അപ്പൊ ആ ബസ് സ്റ്റോപ്പിൽ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ അവരുടെ ഗതികളൊന്നും ആലോചിച്ച് നോക്ക്. അതുപോലെ തന്നെ റോഡിലൂടെ നടന്നു പോകുന്നവരുടെ ഗതികൾ ആലോചിച്ച് നോക്ക്. പിന്നെന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഉപജീവനത്തിന് വേണ്ടിയിട്ട് പോകുന്നവരുണ്ട്, അവരുടെയൊക്കെ ആവശ്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ ഇങ്ങനെ പല തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉറക്കം കൊണ്ട് മാത്രം ഒരുപാട് ആൾക്കാർ, ഉറക്കവും അഹങ്കാരവും കൊണ്ട് മാത്രം ഒരുപാട് ആൾക്കാർ, ഒരുപാട് കുടുംബങ്ങൾ ഇവിടുന്ന് നമ്മളെ വിട്ട് പിരിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന എന്താണ്, ഈ ഡ്രൈവറുടെ അഹങ്കാരം തന്നെയാണ്. അതായത് അയാളുടെ കുടുംബമാണ് വണ്ടിയിലുള്ളത് എന്ന് പോലും ആലോചിക്കാതെ ഈ സ്റ്റിയറിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ചില അഹങ്കാരികളുണ്ട്, ചിലപ്പോൾ ഉറങ്ങിക്കൊണ്ടായിരിക്കും ഇവരൊക്കെ വണ്ടി ഓടിക്കുന്നത്. അവൻ 1.5 കിലോമീറ്റർ ഇപ്പുറത്തുനിന്നാണ് അപകടം സംഭവിച്ചതെങ്കിൽ അവനൊരു 4 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് അവൻ ഉറക്കം തുടങ്ങിയിട്ടുണ്ടാവും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് അവൻ ഉറങ്ങിക്കൊണ്ടായിരിക്കും വണ്ടി ഓടിക്കുന്നുണ്ടാവുക. അപ്പൊ അവിടുന്ന് ഇതുവരെ എത്തിയത് തന്നെ എന്ന് പറഞ്ഞാൽ ഭാഗ്യം തന്നെ എന്നേ പറയാൻ പറ്റുള്ളൂ. 1.5 കിലോമീറ്റർ മാത്രം വീട്ടിലേക്കുള്ളപ്പോഴാണ് ഇവൻ അവിടെ നിന്ന് ഉറങ്ങിപ്പോയിട്ട് ഇവരെ എല്ലാവരെയും ഒരുമിച്ച് ഇവൻ അങ്ങോട്ട് അയച്ചത് എന്നുള്ളതാണ്. ശുദ്ധ അഹങ്കാരമാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ കുടുംബങ്ങളെയും കൂട്ടിയിട്ട് പരമാവധി രാത്രി യാത്ര ഒഴിവാക്കുക. അതുപോലെ എയർപോർട്ടിലും കോളേജിലൊക്കെ പോകുന്നത് പിക്നിക്കിനല്ലല്ലോ. നിങ്ങൾ പിക്നിക്കിനാണെങ്കിൽ ആ പിക്നിക്കിന്റെ മൂഡിൽ അതേ അവസ്ഥയിൽ പോകുക. അല്ലാതെ സമയമില്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് നാളെ രാവിലെ വന്ന് ജോലിക്ക് പോകേണ്ടതാണ്, അല്ലെങ്കിൽ നാളെ രാവിലെ ഇന്ന സ്ഥലത്ത് പോകേണ്ടതാണ്, അതുകൊണ്ട് ഇന്ന് തന്നെ നമുക്ക് മൈസൂർ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ചില ആൾക്കാർ രാവിലെ വിട്ട് മൈസൂർ പോയിട്ട് രാത്രി തന്നെ അവിടുന്ന് തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട്. ആ ഉറക്കക്ഷീണത്തിലാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെയും അപകടത്തിൽ പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്തിനേ നമ്മുടെ നാട്ടിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും എല്ലാ സ്ഥലത്തേക്കും ദിനേന ഇഷ്ടംപോലെ ബസ് ഉണ്ട്. ഈ നിങ്ങൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ സ്വകാര്യ വണ്ടി എടുത്ത് പോകാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ഈ ബസ്സിനെ ആശ്രയിക്കൂ. അതായത് ഇത്രയും പൈസയാവില്ല, അത് മാത്രമല്ല നമ്മളെ ജീവനും കുറച്ച് സേഫ്റ്റിയാണ്. എത്ര ബസ് ഓടുന്നുണ്ട് മൈസൂരിലേക്ക്? ഒരുപാട് ബസ്സിൽ ഏതെങ്കിലും ഒരു ബസ്സിന് ബുക്ക് ചെയ്താൽ പോരെ? അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബങ്ങളെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചിട്ട് കൊണ്ടുപോകണോ? അതുമാത്രമല്ല, നിങ്ങൾ ഇനിയിപ്പോഴും നിങ്ങളൊരു പിക്നിക്കിനാണ് പോകുന്നതെങ്കിൽ ഒരു കാര്യം ചെയ്യുക, രാത്രി എവിടെയെങ്കിലും തങ്ങുക സുരക്ഷിതമായിട്ട്. അല്ലാതെ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രി യാത്ര സുരക്ഷിതമാണ്, രാത്രി ആയതുകൊണ്ട് നമുക്ക് ട്രാഫിക് ഇല്ലാതെ അങ്ങ് പോകാം എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇതുപോലെയുള്ള പരിപാടി ചെയ്യുന്നുണ്ട്.
അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിവിടെ ജീവിച്ചിരിപ്പില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരുടെയും മനസ്സിൽ ഇതാണ്, വലിയ വണ്ടിയാണ്, വലിയ വണ്ടി ആയതുകൊണ്ട് നമുക്കൊന്നും പറ്റില്ല എന്നുള്ള ഒരു അഹങ്കാരം നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് അങ്ങനെ മൈസൂർ പോകണം, സ്വന്തം വണ്ടി എടുത്തിട്ട് നിങ്ങൾ പരിചയമുള്ള ഒരു ഡ്രൈവറെ വിളിക്കുക. അതായത് രാവ് പകല് വണ്ടി ഓടിച്ചിട്ട് പരിചയമുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ടാക്സിക്കാരൊക്കെ ഉണ്ടാകും, അവരെയൊക്കെ വിളിച്ചിട്ട് ഈ വണ്ടി ഓടിക്കാൻ പറയുക. അതാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമിലിയോട് കൂട്ടിയിട്ട് പോകുമ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും വണ്ടി സൈഡാക്കിയിട്ട് ഒതുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1.5 കിലോമീറ്റർ ദൂരത്തിലും 2 കിലോമീറ്റർ ദൂരത്തിലും 3 കിലോമീറ്റർ ദൂരത്തിലുമായിട്ട് ഒരുപാട് വണ്ടികൾ ഇപ്പോൾ ആക്സിഡന്റ് പെടുന്നുണ്ട്. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 കിലോമീറ്റർ കൂടി കഴിഞ്ഞ വീടാണ്. ആ വീട്ടിൽ പോയിട്ട് നമുക്ക് സുഖമായിട്ട് ഉറങ്ങാം എന്നുള്ള ചില ആൾക്കാരുടെ കാഴ്ചപ്പാടാണ്. അതായത് അവിടം വരെ ഞാൻ എത്തും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ്. പക്ഷെ പലപ്പോഴും അവൻ്റെ ഈ 1.5 കിലോമീറ്റർ ലാഭം, അതായത് ഒരു 10 മിനിറ്റ് അവൻ സൈഡാക്കാൻ മടിച്ചിട്ടുള്ള കാര്യങ്ങൾ അവൻ്റെ കുടുംബാംഗങ്ങളെ മുഴുവനാണ് ഇവൻ ചതിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത്. നിരപരാധികളായ 3 പേരാണ് ഇപ്പോഴും മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം, ആ പഠിക്കാൻ പോയ കൊച്ചിൻ്റെ കാര്യം ആലോചിച്ച് നോക്കണം. അതിനപ്പുറത്താണ്. ഇതുപോലെ തന്നെയാണ് പല പ്രവാസികളും ചെയ്യുന്നത്. അതായത് എല്ലാവരെയും മാറ്റിത്തെളിച്ചുകൊണ്ട് നേരെ എയർപോർട്ടിലേക്ക് കൊണ്ടുവരും. ഒരു ടാറ്റ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ പോകുമ്പോഴാണെങ്കിൽ ചിലപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറക്കത്തിലായിരിക്കും, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും സാഡായിരിക്കും. അങ്ങനെയെന്ന് പറഞ്ഞ് ഇത് അപകടത്തിൽപ്പെടും, ചിലപ്പോൾ എല്ലാവരും അങ്ങ് പോവുകയും ചെയ്യും. ഇങ്ങനെ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ശ്രദ്ധയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇതുപോലെയുള്ള അപകടങ്ങൾ നടക്കുന്നത്. അതായത് ദീർഘദൂര വണ്ടികൾ അവരെങ്ങനെയായാലും ഡ്രൈവർക്ക് ഉറക്കം വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ കാറ് മാത്രമല്ല നമ്മുടെ ലോകത്തുള്ളത്. നമുക്ക് ട്രെയിനുണ്ട്, ബസ്സുണ്ട്, ഇതൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെയൊക്കെ പോകുമ്പോഴെന്ന് പറഞ്ഞാൽ ഒന്നുകിലും എന്ന് പറഞ്ഞാൽ നമ്മൾ പകല് മാത്രം ഓടിക്കുക. അതായത് മൈസൂർ പോകണമെങ്കിൽ പകല് മാത്രം പോകുക, രാത്രിയുള്ള യാത്ര ഒഴിവാക്കുക. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വലിയ വണ്ടിയാണ്, അല്ലെങ്കിൽ എനിക്ക് പിന്നെ ഇടിച്ചു കഴിഞ്ഞാലും എൻ്റെ എയർ ബാഗ് ഉണ്ട്, എന്നെ രക്ഷിക്കാൻ എയർ ബാഗ് ഉണ്ട്, ഒരു ഇടി ഇടിച്ചാലൊന്നും ഒന്നും പോകില്ല. ഇതിനിടയ്ക്ക് ഒരുത്തൻ ആത്മവിശ്വാസത്തോടുകൂടി പറഞ്ഞാണ്, അതായത് വലിയ വണ്ടി എടുക്കുന്നത് ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജീവൻ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണെന്ന്. ഇവിടെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് ഈ ആത്മവിശ്വാസമുള്ള കമ്പനികൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇവിടെ ജീവിക്കണോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുകളിലേക്ക് പോകണം, അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുണ്ട് പിടിവാശിയാണ് ഭയങ്കരമായിട്ട്. അതായത് നമുക്ക് കാറിൽ തന്നെ പോകണം, പിന്നെ എന്ന് പറഞ്ഞാൽ അത്രയും ദൂരത്തിൽ പിന്നെ കാർ ഓടിച്ചിട്ട് നമുക്ക് തന്നെ കാർ ഓടിച്ചിട്ട് പോകണം എന്നുള്ള ദുർവാശിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊക്കെ നിങ്ങൾ പോകണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, അതായത് ഈ യാത്രക്കൊക്കെ എന്ന് പറഞ്ഞാൽ പകല് നിങ്ങൾ പോകുക. ആ പകൽ യാത്രയാണ് നല്ലത്. അല്ലാതെ പകൽ യാത്രയിൽ കുറച്ച് ട്രാഫിക് ജാം ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും, റോഡ് മുഴുവൻ ആൾക്കാരായിരിക്കും. പക്ഷെ അവിടെ നിങ്ങൾക്ക് കുറച്ച് സേഫാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഈ നട്ടപ്പാതിരക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും അപകടത്തിൽ പെട്ടാൽ പോലും ഒരാൾ പോലും ഉണ്ടാവില്ല. ഇപ്പം ഇവിടെയുള്ള ബാലഭാസ്കർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. അയാളുടെ വണ്ടി എന്ന് പറഞ്ഞാൽ ഇടിച്ചതാന്ന് പറയുന്നുണ്ട്, ഇടിപ്പിച്ചതാന്ന് പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഇന്നും അറിയില്ല. അയാളും അയാളുടെ മകളും ഒക്കെ പോയിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇതുപോലെ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ടാറ്റയ്ക്ക് വേണ്ടിയിട്ടോ ഒരു ഇതിന് വേണ്ടിയിട്ടോ ഒന്നും നമ്മൾ ഈ അനാവശ്യമായിട്ട് പുറത്തിറങ്ങുന്ന പരിപാടി നിർത്തുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.